കൗമാരക്കാരി രക്ഷിക്കപ്പെടാൻ കാരണമായതിന് അഭയാർത്ഥി ക്യാമ്പിലെ പാസ്റ്ററെ ജയിലിലടച്ചു. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചതിന് വീട്ടിലെന്നും പുറത്താക്കപ്പെട്ട കൗമാരക്കാരിയുടെ ബന്ധുക്കൾ പാസ്റ്ററെ ജയിലിലേക്ക് വലിച്ചിഴത്തായി റിപ്പോർട്ട്. ദക്ഷിണ സുദാനിലെ അജോങ് തോക്ക് അഭയാർത്ഥി ക്യാമ്പിലെ ഗ്ലോറി ബാപ്റ്റിസ്റ്റ് ചർച്ചിന്റെ പാസ്റ്റർ ജോസഫിനെയാണ് ക്യാമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് ബലപ്പെട്ടു കൊണ്ടുപോവുകയും റിമാൻഡ് തടവിലാക്കുകയും ചെയ്തത്. പാസ്റ്റർ ജോസഫ് കസ്റ്റഡിയിലാക്കിലുമെങ്കിലും അദ്ദേഹം കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് പ്രാദേശിക വൃത്തങ്ങൾ പറഞ്ഞു. സുദാനിലെ നുബ്ബ പർവ്വത നിരകളിൽ നിന്നുള്ള അഭയാർത്ഥിയായ അമോൻ എന്ന 18-കാരി കഴിഞ്ഞ നവംബർ 30-ന് ചർച്ചിലെത്തി സഭാ ആരാധനയിൽ പങ്കെടുത്തുകയും ഡിസംബർ 25-ന് തന്റെ വിശ്വാസം പരസ്യമായി സാക്ഷീകരിക്കുകയും ചെയ്തു. യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിലെ അംഗമായ അമോൻ അഭയാർത്ഥി ക്യാമ്പിലെ തന്റെ വീട്ടിൽ സഹോദരൻ സൂക്ഷിച്ചിരുന്ന ബൈബിൾ കാണുകയും പതിവായി വായിച്ച് രക്ഷിക്കപ്പെടുകയും യഥാർത്ഥ ദൈവകൃപയിലെത്തിയതായും സഭയിലെ അംഗങ്ങളോടും പറഞ്ഞു. ഇത് മനസ്സിലാക്കി ചില മുസ്ലിങ്ങൾ അമോനയുടെ വീട്ടിൽ വിവരം അറിയിച്ചു. ഇതേ തുടർന്ന് തന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ അമോനയെ തന്റെ ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കാൻ നിർബന്ധിച്ചു. ഇനി വിഷയം നിരസിച്ച അമോനയെ വീട്ടിൽ നിന്നും പുറത്താക്കി. അമോൻ ക്രിസ്ത്യാനിയായതിനു കാരണം പാസ്റ്റർ ആണെന്ന് പറഞ്ഞാണ് പോലീസിൽ പരാതി നൽകിയതും പാസ്റ്ററെ കസ്റ്റഡിയിലെടുത്തതും.